കൊലമുറി നോവൽ തുടർച്ച അധ്യായം 4. ചിന്തകളെ മുറിച്ച് ഞാൻ എഴുന്നേറ്റിരുന്നു. രാമേട്ടനെ കാണാത്തതിൻ്റെ വേവലാതിയുണ്ട് മനസ്സിൽ. പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടു കാണുമോ എന്ന സംശയം അലട്ടിത്തുടങ്ങി. മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നു. നാട് മുഴുവൻ കരിങ്കാലിയുള്ളതുകൊണ്ടായിരിക്കും പാർട്ടികൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. പാർട്ടിയുടെ സംഘടിത സാക്ഷിയെ പോലീസ് അടക്കമുള്ളവർ ഭയപ്പെടുന്നുണ്ട്. അണികളെ താർക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടുത്തെ ജനജീവിതം കാണുമ്പോൾ പാർട്ടിയോട് മതിപ്പ് തോന്നും. ചെത്തുകാരുടെ അഭിവൃദ്ധി മാത്രമല്ല പാർട്ടി ലക്ഷ്യം കാണുന്നത്. തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം മെച്ചമായുള്ള കൂലി ഉണ്ടാവണം, ജീവിതം ഉണ്ടാവണം. വളരുന്നവർ ചെത്തു തൊഴിലാകണമെങ്കിൽ ചെത്തുകാരൻ്റെ ജീവിതം സമൃദ്ധി നിറഞ്ഞതായിരിക്കണം. അതുമാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മക്കളുടെ ഭാവിയെക്കുറിച്ച് നാണി എന്നും വേവലാതിപ്പെട്ട് സംസാരിക്കാറുണ്ട്. ഒരിക്കൽ ചെത്തുകാർ നിലവാരമുള്ളവരായി ജീവിക്കും, അതായിരുന്നു അവളോടുള്ള എൻ്റെ മറുപടി. ദിവാകര. ഉറങ്ങിക്കിടന്ന ദിവാകരനെ ഞാൻ വിളിച്ചു. എന്നെ കൂടെ ഭയപ്പെടുത്തിക്കൊണ്ട് അവൻ പിടഞ്ഞെഴുന്നേറ്റു. പേടിച്ചു പോയല്ലോ. ദിവാകരൻ ദേഷ്യപ്പെട്ടാണ് അത് പറഞ്ഞത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതിൻ്റെ പരിഭവവും ദേഷ്യവും അവൻ്റെ മുഖത്ത് കണ്ടു. ദിവാകരൻ്റെ പരിഭ്രമവും ദേഷ്യഭാവവും ഒക്കെ ആദ്യമായി ഞാൻ കാണുന്നത്. യാതൊരുവിധ കണക്കുകൂട്ടലുകളും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓരോന്ന് വന്നു ചേരുമ്പോൾ ആരും പ്രത്യേക മനുഷ്യരാകും. ഞാനത് നേരിട്ട് കണ്ടു. വളരെ രൂക്ഷമായി എന്നെ നോക്കി ദിവാകരൻ കിടന്നു. അവൻ്റെ ചിന്തകളും എന്നെപ്പോലെ നാട്ടിൽ തന്നെയായിരിക്കും. ഇനി ഒരുപക്ഷെ അവൻ ചിന്തിച്ചു കാണുമോ, പാർട്ടിയോടുള്ള എൻ്റെ താല്പര്യമാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയതെന്ന്? ഇല്ല, അങ്ങനെ ആകില്ല. എല്ലാത്തിനും അവൻ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. അണ്ണാ, അണ്ണാ. ഒരു സ്ത്രീയുടെ വിളി കേട്ട് ഞാൻ ഞെട്ടിപ്പിടുന്ന് എഴുന്നേറ്റു. കടുങ്കാപ്പിയുമായി വീട്ടുകാരൻ്റെ ഭാര്യ നിൽക്കുന്നത് കണ്ടു. ഇത് കുടിക്കണ്ട. 2 ഗ്ലാസ് കാപ്പി എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ ചിരിച്ചു. കാപ്പി വാങ്ങിയതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, അവർ എപ്പോഴാണ് വരിക? അണ്ണന്മാർ ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ടതാണ്. കൂടുതൽ പറയാൻ നിൽക്കാതെ അവൾ നടന്നകന്നു. ദിവാകരനെ ഉണർത്താൻ ആദ്യം ഞാൻ ഭയപ്പെട്ടെങ്കിലും ഒന്നും കാര്യമാക്കാതെ ദിവാകരനെ വിളിച്ചു. ദിവാകര, ദേ കാപ്പി, ഇത് കുടിച്ചിട്ട് കിടന്നു. ദിവാകരൻ ഒരിക്കൽ കൂടി പിടഞ്ഞെഴുന്നേറ്റു. അല്ല, പോയവർ ഇതുവരെ വന്നില്ലേ? ദിവാകരൻ ചോദിച്ചു. അപ്പോൾ ദിവാകരൻ ഒരു സൗമ്യതയോടെയാണ് ചോദിച്ചത്. ഇല്ല, അവരാരും ഇതുവരെയായി വന്നിട്ടില്ല. കാപ്പി കുടിച്ച് ഞാനൊരു ബീഡി കൂടെ കത്തിച്ചു. പെട്ടെന്നാണ് വീട് വളഞ്ഞ രൂപങ്ങളെ കണ്ടത്. ഞങ്ങൾ ഞെട്ടിവിറച്ചു. പോലീസ്! ദിവാകരൻ്റെ ശ്വാസത്തിനൊപ്പം അങ്ങനെ ഒരു സ്വരമുണ്ടായിരുന്നു. ഞങ്ങൾ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ പതുങ്ങി നിന്നു. പോലീസുകാരും വയസ്സായ സ്ത്രീയും കാര്യമായി സംസാരിച്ചു. സ്ത്രീയുടെ വിവരണങ്ങളിൽ സംശയം തോന്നി അവർ അകത്തേക്ക് പാഞ്ഞു കയറി. പോലീസുകാർ ആ വീടിൻ്റെ അകത്തും പുറത്തും ഓടി നടക്കുന്നു പരിശോധിച്ചു. പാത്രങ്ങളും മറ്റും ചിതറി വീഴുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ഭയപ്പെട്ടു. കോഴികൾ 4 ദിക്കിലും ചിതറിയോടി. ആ സമയത്ത് രാമേട്ടനും വീട്ടുകാരനും വന്നു. കയറിയാൽ പിടിക്കപ്പെട്ടത് തന്നെ. ഞാൻ ദൈവത്തെ വിളിച്ചു. എന്തിനായിരിക്കും പോലീസ് വന്നതിൻ്റെ ലക്ഷ്യം? അവർ ചുറ്റുവട്ടത്തും നിരീക്ഷിക്കുന്നുണ്ട്. അവർ ആ സ്ത്രീയോട് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിച്ചത്. അപ്പോഴും പോലീസുകാരുടെ നോട്ടം റബ്ബർ മരങ്ങൾക്കിടയിലേക്കാണ്. അവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ടെന്ന സംശയം ആ നോട്ടത്തിലുണ്ട്. കുറച്ചു നേരം കൂടി ചുറ്റിപ്പറ്റി നിന്ന് പോലീസുകാർ തിരിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഞങ്ങൾ ആകാംക്ഷയായിരുന്നു. പിറകുവശത്തായി ഇലകളിൽ ചവിട്ടി അമരുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ഞെട്ടിത്തിരിഞ്ഞു. അത് രാമേട്ടനും വീട്ടുകാരനുമായിരുന്നു. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തോന്നി. രാമേട്ടൻ ഞങ്ങളിരിക്കുന്നിടത്തേക്ക് വന്നു. രാമേട്ടൻ്റെ നടത്തത്തിലും പെരുമാറ്റത്തിലും കാര്യമായ മാറ്റമുണ്ട്. അത് ശ്രദ്ധിച്ച് ദിവാകരൻ പെടഞ്ഞെഴുന്നേറ്റു. വല്ലാത്തൊരു ശബ്ദത്തിൽ ഞങ്ങൾ ഇരുവരും ചോദിച്ചു, എന്തുപറ്റി? കൂടെ ഉണ്ടായിരുന്നവർ എവിടെ? ചോദ്യം കേട്ടിട്ടും വാക്കുകൾ പുറത്തു വരാനാവാതെ രാമേട്ടനും വീട്ടുകാരനും ഉമിനീര് കുടിച്ചിറക്കി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുറ്റിച്ചൂരുകാരെ പോലീസ് പിടിച്ചു. ഇന്നലെ ആലപ്പുഴയിൽ പോലീസും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു പോലീസുകാരൻ മരിച്ചെന്ന് അങ്ങാടിയിലൊക്കെ പറച്ചിലുണ്ട്. അകത്തുപോയവർ ഒരുപക്ഷെ നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞിരിക്കും. അമ്മിക്കല്ല് നെഞ്ചത്ത് കൊണ്ടിടിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളെവിടെയുണ്ടെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാമേട്ടൻ തുറന്നു. വിഴിഞ്ഞത്ത് മുതലാളിമാരും കുടിയന്മാരും തമ്മിലുള്ള തർക്കം ഏറ്റുമുട്ടലിലാണ് അവശേഷിച്ചത്. പോലീസ് പരിചയമില്ലാത്തവരെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പോലീസുകാരുടെ തന്ത്രം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അവരെ സഹായിക്കാൻ കരിങ്കാലികളുമുണ്ട്. രാമേട്ടൻ അരയിൽ തിരികെ ബീഡിയും തീപ്പെട്ടിയും എടുത്തു. ഞാൻ ശ്രദ്ധിച്ചു. സഞ്ചി നിറയെ അത് തന്നെയാണ്. കുറച്ച് അരിയുമുണ്ട്. ദിവാകരൻ എല്ലാം കെട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇനി പോലീസിൻ്റെ നീക്കം എന്താണെന്നറിയില്ല. എല്ലാവരുടെയും മുഖത്ത് പരിഭ്രാന്തിയും പകപ്പും നിറഞ്ഞിരിക്കുന്നു. കട്ടൻ കാപ്പിയുമായി വന്ന സ്ത്രീ
കുറച്ച് തുണികളുമായി മറ്റൊരു വഴിക്ക് പോകുന്നത് കണ്ടു. സ്വല്പം കഴിഞ്ഞപ്പോൾ ഇലകളിൽ പാദങ്ങൾ ചവിട്ടി അമരുന്ന ശബ്ദം കേട്ടു. കൂട്ടിയിട്ട മരച്ചിലകൾക്കിടയിൽ കൂടി ഞങ്ങൾ കയറി നിന്നു. കട്ടൻ കാപ്പി തന്ന സ്ത്രീ തന്നെയായിരുന്നു അത്. അവർ വസ്ത്രങ്ങൾ അലക്കാൻ പോകുന്ന വ്യാജനെ റബ്ബർ തോട്ടത്തിൽ കടന്ന് മറ്റൊരു ദിക്കിലൂടെ നടന്നു വരികയായിരുന്നു. അണ്ണാ, പോലീസ് ചോദിച്ചു കേട്ടോ ആരൊക്കെ രാത്രി വന്നതെന്ന്. അവർക്കെല്ലാം മനസ്സിലായി കേട്ടോ. അവർ ഇനിയും വരും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ നടന്നുപോയി. രാമേട്ടൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം. നേരം വെളുക്കുമ്പോഴേക്കും രാമേശ്വരത്തെത്തണം. അവിടെ നിന്ന് നമ്മളെ അവർ വഞ്ചിയിൽ സിലോണിയിലെത്തിക്കും. അവിടെ നമ്മൾക്കെല്ലാ സൗകര്യവും ഒരുക്കിത്തരാൻ ആളുണ്ട്. അത് കേട്ട് ഞങ്ങളൊന്ന് നെട്ടി. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് രാമേട്ടൻ സംസാരിക്കുന്നത്. ലോകം മുഴുവൻ നിലച്ചെന്ന് തോന്നി. ഒരു നിമിഷത്തിലേക്ക് ശരീരം മുഴുവൻ മരവിച്ചതായി തോന്നി. കണ്ണുകൾ ഈറനണിയാൻ തുടങ്ങിയാണ്. അത് കേട്ട് രാമേട്ടൻ എന്നെ തോളിൽ പിടിച്ചു. സിലോൺ എന്ന് പറയുന്നിടത്തേക്ക് അധിക ദൂരമൊന്നുമില്ലടോ. ഒരു രാത്രി കൊണ്ട് നമുക്കവിടെ എത്തിപ്പെടാം. അപ്പോഴേക്കും രാമേട്ടൻ വളരെ നിസ്സാരമായാണ് സംസാരിക്കുന്നത്. കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെന്ന് വീട്ടുകാരനെ നോക്കി ഞാൻ ആംഗ്യം കാണിച്ചു. രാമേട്ടൻ്റെ വാക്കുകൾ കേട്ട് അരിശമാണ് എനിക്ക് തോന്നിയത്. രാമേട്ടനെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഈ യാത്ര എവിടെ എത്തിക്കൊണ്ടെത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ തളർന്നിരുന്നു. മരച്ചുവട്ടിൽ ചുരുട്ടി വെച്ച ഓട്ടയുള്ള ബനിയൻ വലിച്ച് ശരീരത്തിന് പുറത്തിരുമ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, യൂണിയൻ നിരോധിച്ചു. മുഴുവൻ നേതാക്കളും ഒളിവിലാണ്. പല സഖാക്കളും മരിച്ചു. വൈക്കത്തെ കയർ ഫാക്ടറി അടച്ചുപൂട്ടി. ഔസേപ്പിൻ്റെ ഷാപ്പ് കാവൽക്കാരായ ഗുണ്ടകൾ ഒളിവിൽ കഴിയുന്നവരെ പോലീസിന് ഒറ്റുകയാണ്. ആ നിലയ്ക്ക് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ കൊടുക്കാനുള്ള വസ്ത്രങ്ങളും മറ്റും ഞാൻ തരാം. പിന്നെ കുറച്ച് പണവും. അയാൾ നടന്നു. കൂടുതൽ അറിയാനുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ മൗനം തുറന്നു. ദിവാരൻ കൂടിക്കിടക്കുന്ന ഉണക്കയിലുകൾ മലർന്നു കിടന്നു. തിരിച്ചുപോയ പോലീസുകാരനെ പിടികൊടുത്താലോ? ഏറി വന്നാൽ അവർ തല്ലുമായിരിക്കും, അല്ലെങ്കിൽ ശരീരം തളർത്തിയിടുമായിരിക്കും, ഇനി കൊല്ലുമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ പോകുന്നില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു. സംഭ്രമം കൊണ്ടെന്ന പോലെ ദിവാകരൻ എഴുന്നേറ്റ് നടന്നു. അത് നോക്കി രാമനേട്ടൻ പറഞ്ഞു തുടങ്ങി, നാട്ടിലെ പല മുതലാളിമാരും സിലോണിൽ നിന്നും പണമുണ്ടാക്കിയവരാണ്. രാഘവൻ മുതലാളി വിലപ്പോഴേ. ഞാനിപ്പോഴും അത്ഭുതത്തോടെയാണ് രാമേട്ടനെ നോക്കിയത്. ഈ പറയുന്നതിനപ്പുറത്ത് ഭാര്യ ഒരുത്തിയുണ്ടെന്നുള്ളത് രാമേട്ടൻ മറന്നുപോയിരിക്കുന്നു. വയ്യ. ഈ 2 ദിവസം കഴിച്ചു കൂട്ടി തോർക്കുമ്പോൾ ഇല്ല, ഞാനൊരിടത്തേക്കും പോകില്ല. എൻ്റെ മക്കളെയും നാണിയം വിട്ട് ഒരിടത്തേക്കും ഞാനില്ല. വെയിൽ മൂക്കുന്നുണ്ടെന്നോണം രാമേട്ടൻ മൂടിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, എടാ കേളാ, ദിവാകര, നിങ്ങളിങ്ങനെയായാൽ പിന്നെ എങ്ങനെയാ? കുറച്ച് വർഷം നമുക്കിവിടെ നിന്നാൽ മതി. പിന്നീട് നാട്ടിൽ വന്ന് സുഖമായി ജീവിക്കാലോ. അപ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. രാമേട്ടൻ്റെ വാക്കുകൾ സൗമ്യതയോടെയായിരുന്നു. ഉണങ്ങാത്ത ബീഡിയില രാമേട്ടൻ ചുണ്ടിൽ എരിഞ്ഞമർന്നു. പുകയുടെ ഗന്ധമുള്ള ശ്വാസവുമായി രാമേട്ടൻ പറഞ്ഞു തുടങ്ങി, നമ്മൾ എത്ര നാളിങ്ങനെ ജീവിക്കും? മക്കൾക്ക് നല്ല ആഹാരവും വസ്ത്രവും കൊടുക്കണമല്ലോ. കിട്ടുന്ന കാശ് കൊണ്ട് ഇതുവരെ ജീവിച്ച ജീവിതം നമ്മൾ അനുഭവിച്ചതല്ലേ? അയാൾ തുറന്നു. നാട്ടിലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു അവസരം എത്ര ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇതുവരെ അവർക്കൊരവസരം ലഭിച്ചിട്ടില്ല. ചങ്കിൽ തറച്ച മുള്ളുപോലെ ജീവിതം നയിക്കുമ്പോൾ കൂടെയുള്ളവരുടെ പട്ടിണി കിടക്കുന്നു. കേള, നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതുവരെ നമ്മൾ കണ്ട ലോകത്തെ മനുഷ്യരുടെ നിലവാരം കാണുമ്പോൾ കുടുംബത്തിന് മുന്നിൽ നമ്മൾ കുറ്റക്കാരനാവുകയാണ്. ഞാൻ രാമേട്ടനെ ശ്രദ്ധിച്ചു. രാമേട്ടൻ്റെ വാക്കുകളിൽ മൂർച്ചയുണ്ടായിരുന്നു. ജീവിതം കൊണ്ടുള്ള പരിചയമുണ്ട്. ഇതുവരെ ഇങ്ങനെ ഞാൻ സംസാരിച്ച് കണ്ടിട്ടില്ല. ഞങ്ങളുടെ അയഞ്ഞ മട്ടുകണ്ട് രാമേട്ടൻ തുറന്നു സംസാരിച്ചു. കേള, ദിവാകര, കുറച്ച് നാൾ നമ്മൾ മാറി നിന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂരയിലുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ പാർട്ടി നോക്കിക്കൊള്ളും. ഇനി നമ്മൾ പോകുന്നില്ല എന്ന് വിചാരിക്കുക. എത്ര നാൾ ഇങ്ങനെ കഴിച്ചു കൂട്ടാനാണ്? കെട്ടുപോയ ബീഡിക്ക് രാമേട്ടൻ തീ കൊളുത്തി. രാമേട്ടൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതം തോന്നിയുണ്ടെങ്കിലും വാസ്തവമുണ്ടെന്ന് തോന്നി. ഞാൻ നാണിയോടൊത്തുമുള്ള പ്രേമത്തെക്കുറിച്ച് മാത്രമേ ഇതുവരെ ചിന്തിച്ചുള്ളൂ. അവളുടെ ചൂരും മൃദുലതയും ആസ്വദിക്കുമ്പോൾ അനുഭവിച്ചു തീർക്കുന്ന യാതനകളെക്കുറിച്ച് ഓർത്തിരുന്നില്ല. പ്രേമത്തിൻ്റെ പാതയിൽ മാത്രം ജീവിച്ചു രസിച്ചു. അതാണ് ശരിയെന്ന് നാണിയും വിശ്വസിച്ചു. തൻ്റെ മറ്റു മോഹങ്ങളും ആഗ്രഹങ്ങളും അവൾ ഹോമിക്കുകയായിരുന്നു. ദിവസവും പലവട്ടം ഒന്നായി തീരുമ്പോൾ മനസ്സും ശരീരവും ഒരുക്കുന്ന സുഖവും മറ്റും കുറവുകളെ കണ്ടിരുന്നില്ല. ഇല്ല, എനിക്ക് പോകണം. എൻ്റെ തമ്പുരാട്ടിയും കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി എനിക്ക് പോയേ പറ്റൂ. ഞാൻ ദിവാകരൻ ശ്രദ്ധിച്ചു. ഒരുവിധം സമ്മതമെന്ന മട്ടിലായിരുന്നു അവൻ്റെ ഇരിപ്പ്. വരാൻ പോകുന്ന നല്ല കാലത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചുറ്റുവട്ടത്തെവിടെയോ പട്ടികൾ കുരയ്ക്കുന്ന കേട്ട് ഞങ്ങൾ കരുതലോടെ എഴുന്നേറ്റു. അവർ തിരിച്ചു വരുന്നു എന്ന് മനസ്സ് പറഞ്ഞു. ഒരു റബ്ബർ തൊഴിലാളി ഓടി വന്നു. അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു, ശിപായികൾ ഭ്രാന്തളകവരെ പോലെയാണ് പെരുമാറുന്നത്. ഇക്കുറി അവർ തോനെ പേരുണ്ടായിരുന്നു.
എല്ലായിടത്തും തെരച്ചിൽ നടത്തുകയാണ്. മുഴുവനാക്കാൻ നിൽക്കാതെ അയാൾ തിരിഞ്ഞുടങ്ങി. അത് കേട്ട് വീട്ടുകാരൻ പിടച്ചെഴുന്നേറ്റു. സഖാക്കളെ, നിങ്ങളിനി ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് കൂടി ആപത്താണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്നും പുറപ്പെടണം, വീട്ടുകാരൻ അഭ്യർത്ഥിച്ചു. അയാൾ തിടുക്കമിട്ട് കുടലിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ഞങ്ങളാരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഒരിടത്ത് പതുങ്ങിക്കിടന്ന് റബ്ബർ മരങ്ങൾക്കിടയിൽ അപർന്നു പൊടിയുന്ന ഉണക്കയിലകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അല്പസമയത്തിനുള്ളിൽ വീട്ടുകാരൻ ഒരു സഞ്ചിയുമായി ഇറങ്ങി വന്നു. അതിൽ ഒന്ന് രണ്ട് കുപ്പായങ്ങളും മുണ്ടുകളും ഉണക്കക്കപ്പയും ആവശ്യാനുസരണം ബീഡി തുറക്കാനുള്ള ഇലയും പുകയിലയും ഉണ്ടായിരുന്നു. ഒരു തൊഴിലാളി ഞങ്ങൾക്ക് വഴികാട്ടിയായി വരുന്നുണ്ട്. തുടർന്നൊരു സംസാരത്തിന് നിൽക്കാതെ വഴികാട്ടി നടന്നു തുടങ്ങി. കൂടെ ഞങ്ങളും. മറ്റൊരു യാത്ര കൂടി ആരംഭിച്ചു. കുത്തനെയുള്ള ഇറക്കങ്ങളിലായതുകൊണ്ട് പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് നടന്നത്. ശ്വാസോച്ഛ്വാസത്തിന് ശബ്ദമല്ലാതെ ഒരില പോലും മലങ്ങുന്നുണ്ടായിരുന്നില്ല. ഉൾക്കാടുകളിൽ അനുഭവപ്പെട്ടിരുന്ന മൂകത പെട്ടെന്ന് കെട്ടടങ്ങിയെന്ന് തോന്നി. പകലിൻ്റെ എരിഞ്ഞമരലിൽ കൂട് തേടി പോകുന്ന പക്ഷികൾ നിരന്തരം ശബ്ദം പുറപ്പെടുവിച്ചു. കൂടെ ഉണ്ടായിരുന്ന റബ്ബർ തൊഴിലാളി പറഞ്ഞു, സമരക്കാർ ജയിലിൽ വെച്ച് ഒരു പോലീസുകാരനെ കൊന്നതിൻ്റെ അരിശമാണ് ഈ കാണിക്കുന്നത്. കിട്ടിയവരെയൊക്കെ തല്ലിക്കൊല്ലുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും പെടും. വഴികാട്ടിയുടെ വിവരണം കേട്ട് ഞങ്ങളുടെ മുട്ടുകൾ കൂട്ടിയിടിച്ചു. ഭയത്തോടൊപ്പം പ്രതികാരദാഹം കൂടി ഉണരുന്നുണ്ടായിരുന്നു. നാണിയും കുട്ടികളെയും ഓർത്തപ്പോൾ എല്ലാ സമ്മർദ്ദങ്ങളും അലിഞ്ഞില്ലാതായി. മുകളിൽ പന്തലിച്ച് കിടക്കുന്ന കൂറ്റൻ വൃക്ഷത്തലപ്പുകൾക്കിടയിൽ അവ്യക്തമായി കാണുന്ന ആകാശത്തേക്ക് ഞാൻ നോക്കി. ദൈവത്തെ വിളിച്ചു. എന്നെ നോക്കി ദിവാകരനും തലയുയർത്തി നിന്നു. മുള്ളുകളും കൂർത്ത മുനകളും യാത്രയെ എവിടെയും എത്തിക്കുന്നില്ലെന്ന് തോന്നി. പെട്ടെന്ന് അടുത്തവിടെ നിന്നോ വിചിത്രമായൊരു ശബ്ദം കേട്ടു. വഴികാട്ടി കൈയുയർത്തി എല്ലാവരോടും ശാന്തരാകാൻ പറഞ്ഞു. ആ ശബ്ദം വഴികാട്ടിയും 3 പ്രാവശ്യം ആവർത്തിച്ചു. നിമിഷം നേരം കൊണ്ട് 3 പേർ താഴേക്കിറങ്ങി വന്ന് പരസ്പരം ആശയങ്ങൾ കൈമാറി. രാമേട്ടനെ വിളിച്ച് അവർ സംസാരിച്ചു. ഒടുവിൽ അതുവരെ ഉണ്ടായിരുന്ന വഴികാട്ടി തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചെന്നോളം തിരിച്ചു നടന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ അയാൾ പോകുന്നത് കാണുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവരാരും ഇനി ഒരിക്കലും കാണില്ല എന്ന യാഥാർത്ഥ്യം ഏറെ ദുഃഖിപ്പിക്കുന്നു. ആഗതരുടെ പിറകെ ഞങ്ങൾ മറ്റൊരു മല കൂടി കയറാൻ തുടങ്ങി. രാത്രിയെ കാത്തു കിടന്ന വനജീവികൾ ഓരോ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് തങ്ങളുടെ ആഗമനം അറിയിച്ചു. രാത്രി ഏകദേശം മധ്യത്തിലെത്തി. പുതിയ കൂട്ടാളികൾ മരച്ചില്ലയിൽ ഉറക്കത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ താഴെ നിന്നു. ഒരു പാറക്കല്ലിന് മുകളിൽ ദിവാകരൻ എനിക്ക് കൂടി സ്ഥാനം കണ്ടെത്തി. സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന ഉണക്കക്കപ്പ കുറച്ചെടുത്ത് ചവച്ചു തിന്നു. കാടിൻ്റെ രീതികളോട് ഞങ്ങൾ പാകപ്പെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് തണുത്ത സ്പർശം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വെച്ചു. നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉള്ളെങ്കിലും എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ഉണക്കക്കൊള്ളി ചവച്ചിറക്കി അരുവിയിൽ നിന്നും വെള്ളം കുടിച്ചും ഒരുറക്കം കഴിഞ്ഞേറ്റപ്പോൾ മനസ്സ് നല്ല അന്തരീക്ഷം ഒരുക്കിയെന്ന് തോന്നി. എല്ലാം നല്ലതിനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. മരങ്ങളൊഴിഞ്ഞ ഭാഗത്ത് വിടവിൽ കൂടി കടൽ കണ്ടു തുടങ്ങി. കരിങ്കല്ലിൽ തല്ലി അലക്കുന്ന തിരമാലകളുടെ ശബ്ദവും കേട്ടു തുടങ്ങി. യാത്ര കടൽ തീരത്ത് അവസാനിച്ചു. നേരം അത്രയും കൂടെ നടന്നിട്ടും വഴികാട്ടികൾ ആരും സംസാരിച്ചില്ലായിരുന്നു. റപ്പായേട്ടൻ്റെ കാളവണ്ടി മുതൽ അത് തുടരുകയാണ്. തീരത്തും മുക്കുവ വഞ്ചികൾ നിരയായി കിടക്കുന്നുണ്ട്. എല്ലാ കുടിലുകളിലും പുക ഉയരുന്നുണ്ട്. എവിടെയും സമൃദ്ധിയുടെ പ്രതീകം തന്നെ. ഞാൻ ഓർത്തു, ആരേക്കാളും മെച്ചത്തിലാണ് ഈ മീൻപിടുത്തക്കാരെന്ന് തോന്നി. മണൽത്തട്ടുകൾ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. ചിലർ കടലിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഒറ്റപ്പെട്ട പൊന്തക്കാടുകളിൽ മാറിയിരുന്ന് പലരും പ്രഭാതകർമ്മങ്ങൾ പരസ്യമായി തന്നെ നടത്തുന്നുണ്ട്. തിങ്ങിപ്പാർക്കുന്ന വീടുകളിലെ പ്രദേശം കാണുന്നത് ആദ്യമായിട്ടാണ്. ദിവാകരൻ കടലിലേക്ക് ഇറങ്ങി നിന്നു. പിന്നെ തിരമാലകളോട് മല്ലിട്ട് മുന്നോട്ട് നടന്നു. കടലിൻ്റെ ആഴത്തോളം സങ്കടമുണ്ടായിരുന്നു മനസ്സിന്. ഉപ്പ് നനഞ്ഞിടാതെ മുറിവുകൾ നീറിത്തുടങ്ങും. അത് സഹിക്കാനാവാതെ ദിവാകരൻ തിരിച്ചു കയറി. അതുകൊണ്ട് രാമേട്ടൻ പറഞ്ഞു, കുറച്ചു നേരം ഉപ്പുവെള്ളത്തിൽ നിന്ന മുറിവും ചതവും പെട്ടെന്നുണങ്ങും. പുതുതായി കടപ്പുറത്ത് വന്നവരെ പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു. കൂടെ വന്നവർ കുടിലുകൾക്കിടയിലൂടെ നടന്നുപോയി. നല്ല വിശപ്പുണ്ടായിട്ടും ഉണക്കക്കൊള്ളി തിന്നാൻ തോന്നിയില്ല. ദിവാകരൻ മണലിലിരുന്ന് കടലിൻ്റെ അലയടികൾ നോക്കിയിരുന്നു. അവൻ്റെ ഉള്ളു മുഴുവൻ ശാരദയെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. കുറച്ചു മാറി ഞാനും ഇരുന്ന് കടൽക്കരയിൽ യാത്ര അവസാനിച്ചപ്പോൾ ആശ്വാസമായി. ഇനി നടക്കാനില്ലെന്ന് മനസ്സ് പറഞ്ഞു. ഒരു പകൽ അങ്ങനെ തീർന്നു. ദിവസം സന്ധ്യയിലേക്കുള്ള പിച്ച വെച്ച് പോയവരെ ആരെയും അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. രാമേട്ടന് അരിശം കനത്തു വരുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ തോർത്ത് തലയിൽ നിന്ന് അഴിച്ചെടുത്ത് നിലത്തടിച്ച്, മറ്റു ചിലപ്പോൾ അത് തലയിൽ കെട്ടി. ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. സമയം പിന്നെയും നീങ്ങി. കയ്യിലാകെയുള്ളത് ഉണക്കക്കൊള്ളികളും ബീഡി തുറക്കാനുള്ള സാമഗ്രികളും മാത്രം.
അകലെ നിന്നും 3 പേർ നടന്നു വരുന്നത് കണ്ട് അവരുടെ ലക്ഷ്യം ഞങ്ങളാണെന്ന് മനസ്സിലായി. എന്തൊരിരിപ്പ്, വരിൻ, അവർ ഞങ്ങളെ ക്ഷണിച്ചു. അവർക്ക് പിറകെ ആ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ യാത്രയ്ക്ക് മുമ്പുള്ള ദിവസങ്ങൾ അലയടിക്കുകയായിരുന്നു. നാണിയും മക്കളെയും കൊണ്ട് അച്ഛൻ വീട്ടിൽ പോയി കാണും. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ സ്കൂൾ മുടങ്ങും. ഇല്ല, അവർ കൂര വിട്ട് ഒരിടത്തും പോകില്ല. ജോലികൾ എന്തെങ്കിലും ചെയ്ത് മക്കളെ അവൾ നോക്കിക്കൊള്ളും. നടക്കും തോറും കൂരകൾ തിങ്ങി നിറഞ്ഞ ചുറ്റുപാടായിരുന്നു. അതൊരു അങ്ങാടി പോലെയാണ് തോന്നിയത്. പലതരത്തിലുള്ള ആളുകൾ, കാളവണ്ടികൾ, അങ്ങനെ തിരക്കുള്ള അങ്ങാടി, എല്ലാം ഇടുങ്ങിയ വഴികളായിരുന്നു. ചെന്നെത്തുന്നിടത്തുനിന്നും മറ്റൊരു വഴി തുടങ്ങും. നടത്തം അവസാനിച്ചത് ചായപ്പീടികയ്ക്ക് മുന്നിലായിരുന്നു. പുറത്ത് കുത്തിയിരുന്ന് ചായ തിളപ്പിക്കുന്ന ഒരാൾ ഞങ്ങളെ പരിചയപ്പെടുത്തി വന്നവർ തിരിച്ചു നടന്നു. 3 പാത്രങ്ങളായി ചൂടുള്ള ചായ തന്ന് അയാൾ ചിരിച്ചു. ചൂട് കാര്യമാക്കാതെ ഒറ്റവലിക്ക് അത് മുഴുവൻ കുടിച്ചു തീർത്തു. സമയം പിന്നെയും ഇഴഞ്ഞു നീങ്ങി. ചന്തയിലെ തിരക്ക് കുറഞ്ഞു. നിശബ്ദമായി ഹോട്ടലിൽ ബാക്കി വന്ന ഭക്ഷണം വാരി തിന്നുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് കുടിച്ച കഞ്ഞി ഓർമ്മ വന്നു. അരിഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിച്ച് ദിവാകരൻ വിരലുകൾ നക്കിത്തുടച്ചു. ഇവിടെയും ആരും സംസാരിക്കുന്നില്ല. വെട്ടേഴികൾ തികച്ചും ശൂന്യമായിരുന്നു. ആരെയോ പ്രതീക്ഷിച്ച് ചായപ്പിടികക്കാരൻ സമയം തള്ളി നീക്കുന്നു. അയാൾ രാത്രിയെ കാര്യമാക്കുന്നില്ല എന്നത് എന്നെ അതിശയിപ്പിച്ചു. അധികം വൈകിയില്ല. ഒരാൾ വന്നു കയറി ചായപ്പിടികക്കാരനുമായി സംസാരിച്ചു. നീണ്ട വർത്തമാനങ്ങൾക്ക് ശേഷം അയാൾ ഞങ്ങളെ ശ്രദ്ധിച്ചത്. രാമേട്ടൻ എഴുന്നേറ്റു. പിറകെ ഞങ്ങളും നടന്നു തുടങ്ങി. കടലിൻ്റെ അലകൾ അടുത്തു വരികയായി. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വഞ്ചിയിൽ 2 പേർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിലാണ്ട് കിടന്ന തീരത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വഞ്ചിയിൽ കയറി. കൂടെ വന്നവർ വഞ്ചി തള്ളിവിട്ട് തിരിച്ചു നടന്നു. അപ്പോഴും ആരും സംസാരിച്ചില്ല. പ്രിയപ്പെട്ടവളെ, ഞാൻ പോവുകയാണ്. ഞാൻ കണ്ണടച്ച് നല്ലോണം പ്രാർത്ഥിച്ചു. വഞ്ചി തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറി. അധികം സമയമെടുക്കാതെ കടൽ ശാന്തമായി. അനക്കമില്ലാതെ കിടക്കുന്ന കടൽ ആദ്യമായാണ് കാണുന്നത്. വഞ്ചിക്കാർ തിരക്ക് കൂട്ടുന്നുണ്ട്. നല്ല ഉറച്ച മാംസപേശികളുള്ള ഒരു മനുഷ്യൻ. അവർ ജീവിതം ആസ്വദിക്കുകയാണ്. എന്തു സന്തോഷത്തോടെ വരവേൽക്കുകയാണ്. സുഭിക്ഷമായ ആഹാരം മാത്രമല്ല വേണ്ടത്, നല്ല വസ്ത്രങ്ങളും ആഘോഷങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ വേണം മനുഷ്യന്. അതൊന്നുമില്ലാതെയാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചത്. ചില്ലാനനുഭവങ്ങൾ കടം ചോദിച്ചു ചെല്ലുമ്പോഴൊക്കെ കൊടുക്കാനുള്ള കാശിനെക്കുറിച്ച് പറഞ്ഞ് മുക്രി മടക്കിയിരുന്നു. പറമ്പിൽ പണിയെടുക്കുന്നവർക്ക് 1.5 അണയും കഞ്ഞിയുമാണ് കൂലി. വിശേഷ ദിവസങ്ങൾക്ക് നെല്ലും. അത് നേടിയെടുക്കാൻ എത്ര സമരങ്ങൾ നടത്തി, പട്ടിണി കിടന്നു. പോലീസിൻ്റെ തല്ലുകൊണ്ട് മരിച്ചവരെത്രയൊടുവിൽ പാർട്ടി തന്നെ ജയിച്ചു. തൊഴിലാളികൾ പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തി. വഞ്ചിയുടെ ഗതി മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. തുഴക്കാർ തമിഴാണ് സംസാരിക്കുന്നത്. നിലാവുദിച്ച് ജലപ്പരപ്പിൽ വെളിച്ചം പടർന്നു കിടക്കുന്നു. നക്ഷത്രങ്ങൾ ഇമ വിട്ടാതെ തന്നെ മിന്നിത്തിളങ്ങി. കടൽ തികച്ചും ശാന്തം. ദിവാകരൻ നല്ല ഉറക്കമാണ്. രാമേട്ടൻ ഇലകളിൽ പുകയില നിറച്ച് ബീഡിയാക്കുകയാണ്. ആ മുഖത്ത് ഒരു തരത്തിലുള്ള ഭയവും ഇല്ലെന്ന് പറയുകയാകും ശരി. ഈ ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തമായി തോന്നുന്നത് എനിക്ക് മാത്രമാണ്. കയ്യിൽ പണമില്ലെങ്കിലും അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവുമുണ്ട്. പിന്നെ എന്തിനു വായിക്കണം? ഞാനങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചു. അമരക്കാർ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളൊന്നുപോലും തിരയുന്നതില്ലായിരുന്നു. ഈ സഹകരണം കൊണ്ട് ഇവർക്കുള്ള നേട്ടം എന്തായിരിക്കും? ഞാൻ മാത്രമല്ല, ആരും ചിന്തിച്ചു പോകുന്ന ഒന്നാണിത്. അത് പാർട്ടിക്കാരല്ല. അത് നോട്ടത്തിലും പെരുമാറ്റത്തിലും തോന്നിയില്ല. ചിലപ്പോൾ പാർട്ടിയോടുള്ള ആത്മാർത്ഥത കാണിക്കുകയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. കാല് നിവർത്തി വെച്ച് വഞ്ചിയുടെ ഓരത്ത് തലയിഞ്ചായ്ച്ചു വെച്ചു. ക്ഷീണം കണ്ണുകളെ ഭാരമേൽപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തമായി. കേളാ കേളാ, രാമേട്ടൻ എന്നെ വിളിച്ചുണർത്തി. ഞാൻ ചാടി എഴുന്നേറ്റു. വഞ്ചിയോട് ചേർന്ന് നിറയെ മീനുകളുമായി മറ്റൊരു വഞ്ചി കിടക്കുന്നു. ദിവാകരൻ അതിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. രാമേട്ടൻ അതിലേക്ക് കയറാൻ തുടങ്ങിയാണ്. സഞ്ചിയെടുത്ത് ഞാനും അവരെ പിന്തുടർന്നു. അതുവരെ ഞങ്ങളെയും കൊണ്ട് തുഴഞ്ഞവർ തിരിച്ച് യാത്ര പറച്ചിലോ നന്ദി വാക്കിനോ നിൽക്കാതെ അവരും പിരിഞ്ഞു. എല്ലാം പുതിയ പുതിയ അനുഭവങ്ങൾ. ഞാൻ അവരെ ഒന്നുകൂടി നോക്കി. അപ്പോഴേക്കും അവർ ഇരുട്ടിലേക്ക് ഓളിയിട്ട് കഴിഞ്ഞിരുന്നു. വഞ്ചിക്കാർ രാമേട്ടനോട് തമിഴ് കലർന്ന ഭാഷയിൽ ഓരോന്ന് പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും മനസ്സിലാകാതെ രാമേട്ടൻ മിഴിച്ചിരുന്നു. വഞ്ചിക്കാർ ചിരിച്ചു. എത്ര ദൂരം ഈ യാത്ര തുറന്നു എന്നറിയില്ല. ചക്രവാളം ചുവന്നു. മറ്റൊരു പ്രഭാതത്തെ വരവേൽക്കുകയായി. വഞ്ചി ഒരു തീരത്തോടടുക്കുകയാണ്. തിരമാലകളുടെ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെട്ടു. വഞ്ചി ഉയർന്നും താഴ്ന്നും വേഗതയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ പകുതി കടലിലും കരയിടലുമായി ഒരിടത്ത് നിലയുറച്ചു. ചിലർ കരയിൽ നിന്നും ഓടിയെത്തി വഞ്ചിയെ പൂർണ്ണമായും കരക്കെടുപ്പിച്ചു. ഇത് നമ്മുടെ നാട് പോലെ തന്നെ, ദിവാകരൻ ശബ്ദിച്ചു. ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചു. തെങ്ങുകളും കവുങ്ങുകളും നിറഞ്ഞ് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമം.
ആളുകളുടെ വേഷം തികച്ചും വ്യത്യസ്തമായാണ് കണ്ടത്. ക്രിസ്തീയ ദേവാലയങ്ങൾ പലയിടത്തായി തലയുയർത്തി നിൽക്കുന്നു. എല്ലാവരുടെയും കഴുത്തിലും കുരിശുമാലയുണ്ട്. സംസാരിക്കാൻ അറിയാത്ത ഈ നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ചിന്തകൾ നിശബ്ദമാക്കിക്കൊണ്ട് ഒരാൾ കയ്യിൽ വന്നു പിടിച്ചു. ലാൽ സലാം സഖാക്കളെ. അത് കേട്ട് ഒരമ്പരപ്പുണ്ടായെങ്കിലും ഉറക്കം കനപ്പിച്ച കണ്ണുകൾ വിടർത്തി ഞാൻ അയാളെ ഒന്ന് അടിമുടി നോക്കി. അയാൾ ഞങ്ങളെ ആനയിച്ചത് ഒരു ചായപ്പീടികയിലേക്കായിരുന്നു. നാടും നാട്ടിലെ വിവരങ്ങളും അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു അയാൾക്ക്. ദിവസങ്ങൾക്ക് മുമ്പ് വരെ അനുഭവിച്ചറിഞ്ഞ നാടിൻ്റെ സ്മരണകൾ രാമേട്ടൻ അയാളോട് പറയാൻ തുടങ്ങി. അപ്പോഴേക്ക് മുന്നിൽ നിരന്ന് ചായ ഗ്ലാസ് വിശപ്പിനെ ഉണർത്തി. രാമേട്ടൻ ചായ കുടിക്കാനുള്ള ആർത്തിയിൽ നിശബ്ദനായി. ആ ഒരിടവേളയിൽ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ രാമനുണ്ണി. 5 വർഷം മുമ്പാണ് ഇവിടെ എത്തിയത്. എൻ്റെ വരവ് തികച്ചും യാദൃശികമായിരുന്നു. നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുണ്ട് ഇവിടെ. നല്ല ഭക്ഷണം കിട്ടും. എന്നാൽ രൂപ നാട്ടിലെത്തിക്കാൻ യാതൊരു മാർഗവുമില്ല. ആരെങ്കിലും നാട്ടിൽ പോകുമ്പോൾ കൊടുത്തയക്കാമെന്ന് വെച്ചാൽ അതത്ര എളുപ്പമല്ല. അയാൾ തുറന്നു. സിലോൺ നഗരത്തിനടുത്ത് കൊച്ചിക്കട നടത്തുന്ന കൊച്ചിക്കാരനുണ്ട്. അവിടെ പണം എത്തിക്കാൻ സാധിച്ചാൽ പിന്നെ അതെങ്ങനെയെങ്കിലും നാട്ടിലെത്തും. രൂപ അല്ലെങ്കിൽ അയാളുടെ നാട്ടിലുള്ള പലചരക്ക് പീടികയിൽ ചില്ലാനങ്ങളായി നമ്മുടെ ആളുകൾ ഒരുവിധം അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് പണികളാണ് അറിയുക? പറമ്പിൽ പണികൾ ഇവിടെ സാധ്യത കുറവാണ്. ആ പണിക്ക് ഇവിടെ തന്നെ ധാരാളം ആളുകളുണ്ട്. തോട്ടം ജോലിയും തെങ്ങ് കയറ്റും അറിയുമെങ്കിൽ നാളെ തന്നെ ജോലിക്ക് കയറാം. അയാൾക്കൊപ്പം ഞങ്ങളും ഇറങ്ങി. ചില ഭാഗങ്ങളിൽ കുതിരക്കാരായ പട്ടാളക്കാർ വഴിപോക്കരെ മുഴുവൻ നിരീക്ഷിക്കുന്നത് കണ്ടു. ഞങ്ങൾ പീടികയുടെ മറവിലേക്ക് പതുങ്ങി നിന്നു. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കുറച്ച് ദൂരം നടന്നു. കുന്നുകളും മലകളുമായി നോക്കത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾ കണ്ടു. എങ്ങും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മാത്രമായിരുന്നു ലോകം. പുതുതായി വന്ന മുഖങ്ങളെ നോക്കി അവരെല്ലാം ഓരോന്ന് പറഞ്ഞു ചിരിച്ചു. നടപ്പം ഒരു സായിപ്പിൻ്റെ മുന്നിൽ അവസാനിച്ചു. കണ്ടാൽ വിദേശി എന്ന് തോന്നുമെങ്കിലും ഇംഗ്ലീഷല്ലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. കൗതുമേം രാവ മേം ഒക്കമ്മ മക്കയില്ലാലുവ. ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമാണെന്നാണ്. അവരുടെ സംസാരം നീണ്ടുപോയി. തൊഴിലാളികൾ ചുറ്റിലും നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ അറിയാം അല്പം മെച്ചപ്പെട്ട വരുമാനത്തെക്കുറിച്ച്. അല്പം കഴിഞ്ഞപ്പോൾ രാമുണ്ണി ചേട്ടൻ തിരിച്ചു വന്നു. ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് ദിവാരൻ മുന്നിൽ വന്നു. രാമനുണ്ണിച്ചേട്ടൻ ചിരിച്ചു. എന്നെയും രാമനേട്ടനെ നോക്കി രാമുണ്ണിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റെവിടെയെങ്കിലും നോക്കാം. അദ്ദേഹം ദിവാകരനുമായി നടന്നു. ഓരോരുത്തരായി പിരിയുന്നത് നോക്കി മനസ്സ് നേറിക്കൊണ്ടിരുന്നു. ഞങ്ങൾ രാമനുണ്ണിച്ചേട്ടൻ വരുന്നതും കാത്തുനിന്നു. കേള, നമുക്കെന്ത് പണിയാവും തലപ്പെടുക? എനിക്ക് തെങ്ങിൽ കറയാൻ അറിയുന്നതുകൊണ്ട് പണി കിട്ടാൻ എളുപ്പമായിരിക്കും, രാമേട്ടൻ പറഞ്ഞു. ശരിയാണ്, ഇവിടെ രാമേട്ടൻ നിൽക്കാമായിരുന്നു. ദിവാറിന് ഞാനും അങ്ങനെ എന്തെങ്കിലും തൊഴിലെടുത്താൽ മതിയായിരുന്നു, ഞാൻ ഓർത്തു. അധികം വൈകാതെ രാമനുണ്ണിച്ചേട്ടൻ തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പിറകെ ഞങ്ങൾ നടന്നു തുടങ്ങി. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ദിവാകരൻ തേയില കമ്പനിയിലെ ഉശിരുള്ള ഒരു തൊഴിലാളിയെപ്പോലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓല കൊണ്ടുണ്ടാക്കിയ വല്ലങ്ങളിലായി സ്ത്രീകൾ കൊണ്ടുവരുന്ന തേയിലകളെ തൂക്കം നോക്കുന്നതിന് സഹായിക്കലായിരുന്നു അപ്പോൾ അവൻ്റെ ജോലി. തേയിലക്കുന്നുകൾ താണ്ടി ഞങ്ങൾ മറ്റൊരു അടിവാരത്തിൽ എത്തി. അതൊരു അങ്ങാടിക്ക് തുല്യമായിരുന്നു. എങ്ങും കടകളിൽ തിങ്ങി നിറഞ്ഞ് വിവിധ ഇനം കച്ചവടങ്ങൾ. സ്ത്രീകളുടെ വസ്ത്രധാരണം ഒന്നു മാത്രമാണ് ഇത് നാടല്ല എന്ന വിശ്വാസം ഉറപ്പിച്ചത്. ഒരു പീടിക മുറിയുടെ പിറകിൽ ചാച്ചിറക്കുന്ന പോലെ ഓല കൊണ്ടുണ്ടാക്കിയ ഷെഡിൽ യാത്ര അവസാനിച്ചു. രാമനുണ്ണിച്ചേട്ടൻ സിലോൺ ബീഡിയെടുത്ത് കത്തിച്ചു. ഓരോന്ന് ഞങ്ങൾക്കും കിട്ടി. നനഞ്ഞ ബീഡിയിൽ കൊണ്ട് തോർത്ത ബീഡി വലിച്ചു മടുത്തിരുന്നു. പുറത്ത് കച്ചവടക്കാരുടെ തിക്കും തിരക്കും. ചിലപ്പോഴൊക്കെ അവർ ബഹളം വയ്ക്കുന്നുണ്ട്. എങ്കിലും കച്ചവടം പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു. രാമനുണ്ണിച്ചേട്ടൻ ഒരു അത്യാവശ്യത്തിനോണം പുറത്തുപോയി മടക്കി വെച്ചിരുന്ന പായ നിവൃത്തി. ഞാനതിൽ നിവർന്നു കിടന്നു. ചാച്ചിറക്കിൻ്റെ ഒരു ഭാഗം വെച്ചു കഴിക്കാനായി തിരിച്ചിരിക്കുകയാണ്. അധികം സമയമെടുക്കാതെ രാമനുണ്ണിച്ചേട്ടൻ അരിയും സാധനങ്ങളുമായി മടങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ട് ഞാൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ട് കിടന്നോളാൻ പറഞ്ഞ് അദ്ദേഹം ഉച്ചയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് നടന്നു. സഹായിക്കാനെന്നോണം രാമേട്ടനും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി. ഞാൻ നാടിനെക്കുറിച്ചും നടന്ന സമരങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അങ്ങാടിയിലെ ബഹളം ഉച്ചയോടെ നിലച്ചു. ഞാനോർത്തു, ദിവാകരൻ പണിയെടുത്തു തുടങ്ങി. ഇന്നു മുതൽ അവന് കൂലി കിട്ടിത്തുടങ്ങും. ദിവാകരൻ്റെ ആഹാരത്തിനും താമസത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കാനും അറിയാനുമുണ്ടായിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും ചോദിക്കാൻ ഞാൻ അപ്പോൾ നിന്നില്ല. വെന്ത കഞ്ഞിയുടെ മണം വിശപ്പിനെ ഉണർത്തി. അടുക്കളയുടെ ഭാഗത്ത് കുറേ മന്ത്രങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. രാമനുണ്ണിച്ചേട്ടൻ പറഞ്ഞു, ഒരുപാട് പേർ നാട്ടിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ മാസത്തിലൊരിക്കൽ എന്നെ കാണാൻ ഇവിടെ വരും.
കിട്ടുന്ന വരുമാനത്തിൽ ഒരൽപ്പം തുക എനിക്കും തരും. അതോടെ എൻ്റെ ജോലി ഇതായി. നിങ്ങൾ വരുമ്പോൾ സഞ്ചരിച്ച വഞ്ചിക്കാരും ഇവിടേക്ക് വരാൻ സഹായിച്ചവരും എനിക്ക് കിട്ടുന്നതിന് പങ്കുപറ്റുന്നവരാണ്. എനിക്ക് അതിശയമൊന്നും തോന്നിയില്ല. ഇവിടെ വരും മുമ്പ് അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ തീരെ അപരിചിതരായ ഞങ്ങളെ അവരെന്തിനു സഹായിക്കണം? ചൂടോടെ പാത്രത്തിൽ പാർന്ന കഞ്ഞി രാമേട്ടൻ എൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. വിശപ്പിന് ശമനമായി. യാത്രയുടെ ക്ഷീണത്തിന് ഒരുറക്കം കിട്ടിയാലേ ശരിയാകൂ. സഞ്ചിയിൽ നനഞ്ഞു കിടന്ന ബീഡി കത്തിച്ച് ആദ്യ പുകയ്ക്ക് തന്നെ രാമേട്ടൻ ചുമച്ചു തുടങ്ങി. അത് നോക്കി രാമനുണ്ണിച്ചേട്ടൻ ചിരിച്ചു. അദ്ദേഹം ഒരു കെട്ട് സിലോൺ ബീഡി ഞങ്ങൾക്ക് നേരെ നീട്ടി. ചേട്ടാ, ദിവാകരൻ പണി കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമോ? ഞാൻ ചോദിച്ചു. ഇല്ല, നമുക്കെപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോകാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിച്ചു. രാമനുണ്ണിച്ചേട്ടൻ പായ വിരിച്ചു. അതിൻ്റെ ഓരം ചേർന്ന് രാമേട്ടനും കിടന്നു. പുറത്ത് പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടി കാറ്റിൽ ആടിയുലയുകയാണ്. കുടിലിൻ്റെ ഓരം ചേർന്ന് നാണി നട്ടുപിടിപ്പിച്ച മുല്ലവള്ളികളെ എനിക്ക് ഓർമ്മ വന്നു. മുല്ലവള്ളി ഷീമക്കൊന്നയെ ചുറ്റി വരിഞ്ഞ് പ്രണയിക്കുന്നതിൻ്റെ പ്രണയവർണ്ണ ഒരു നാടൻ പാട്ടിൻ്റെ ശൈലിയിൽ നാണി പാടിക്കേൾപ്പിക്കാറുണ്ട്. അലസമായ ഒരു നിശ്വാസം പുറത്തേക്ക് വന്നു. ഒരു രാത്രി കൂടി പിറന്നു. ക്ഷീണം എല്ലാവരെയും ഉറക്കത്തിലേക്ക് നയിച്ചു. കേള എണീക്ക്. കണ്ണു തുറന്നപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാമേട്ടനെ കണ്ടു. നേരം പരപരാ വെളുത്തു തുടങ്ങിയിരിക്കുന്നു. എവിടേക്ക് എന്ന് ചോദിക്കാൻ നിന്നില്ല. പെട്ടെന്നൊരു തയ്യാറെടുപ്പുകൾ നടത്തി ഞാൻ അവർക്കൊപ്പം നടന്നു. കാളവണ്ടികൾ വിൽപ്പനയ്ക്കുള്ള ചരക്കുകളുമായി ചന്തയിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം തൃശ്ശൂർ അങ്ങാടി പോലെ തോന്നിക്കുന്ന പ്രതീകമായ അവിടെ നടപ്പാതകൾ പോലും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. കുതിരവണ്ടികളിൽ യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതികൾ സാധാരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പനമ്പ് കെട്ടിയ വലിയൊരു പന്തലിൻ്റെ മുന്നിൽ നടത്തം അവസാനിച്ചു. പുറത്തെഴുതി വെച്ച ബോർഡ് നോക്കി നിൽക്കുകയല്ലാതെ വായിക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു കൂട്ടം പേർ നിന്ന് മൃഗങ്ങളെ പരിരക്ഷിക്കുന്നത് കണ്ടു. അതൊരു മൃഗശാലയാണെന്ന് വ്യക്തമായി. ഭാരമേറിയ വണ്ടികളിൽ പൂട്ടുന്ന കാളകളായിരുന്നു അധികവും. ഒതുക്കിയിട്ടിരുന്ന കാളവണ്ടികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന കരുവാന്മാരും കുതിരകളും വണ്ടികളുമുണ്ട്. മറ്റൊരു ഭാഗത്ത് ചെടികൾ വളർത്തി വിൽക്കാനായി വച്ചിരിക്കുന്നു. അതൊക്കെ പരിപാലിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഒരൊഴിഞ്ഞ ഭാഗത്തേക്ക് ഞങ്ങളെ നീക്കി നിർത്തി രാമനുണ്ണിച്ചേട്ടൻ അകത്തേക്ക് നടന്നു. നടപ്പാതയോടെ ചേർന്ന് നിന്ന് ഓരോ തൊഴിലേർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഞങ്ങളുടെ നിൽപ്പിലും ഭാവത്തിലും ഒരു അസാധാരണത്വം ദർശിച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീ ചോദിച്ചു, വയലാ കൊഹേ ഇന്ദലന്തെണ്ണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞതിനെങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിലല്ലായിരുന്നു. രാമേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ മട്ടും ഭാവവും ശ്രദ്ധിച്ച് അവർ കൂട്ടത്തോടെ ചിരിച്ചു. തുടർന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ചു. നിവൃത്തിയില്ലാതെ രാമനേട്ടൻ പറഞ്ഞു, ദേ പെമ്പറനോത്തി, ഞങ്ങൾ പണിക്ക് വന്നവരാണ്. ഒരുമാതിരി മനുഷ്യനെ കളിയാക്കരുത്. തീരെ പരിചയമില്ലാത്ത ഭാഷ കേട്ട് അവർ ശാന്തരായി നിന്നു. കാത്തിരിപ്പിന് അവസാനം കുറിച്ച് രാമനുണ്ണിച്ചേട്ടൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സായിപ്പുമുണ്ടായിരുന്നു. ചേട്ടൻ ഞങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. അവിടുത്തെ രീതികളിൽ പ്രധാനമായിരുന്നു ചിലത് വിവരിച്ചു. ഒരു ദൗത്യം തീർത്ത് രാമനുണ്ണിച്ചേട്ടൻ നടന്നു. ഞങ്ങൾക്കുള്ള ജോലി നിശ്ചയിക്കപ്പെട്ടു. രാമേട്ടന് തോട്ടത്തിലെ കൊത്തും കിളയും, എനിക്ക് തെങ്ങ് കയറ്റുമായിരുന്നു ജോലി. ഒരാൾ കാണിച്ചു തന്ന തെങ്ങിൽ ഞാൻ വലിഞ്ഞു കയറി. നാളികേരവും മറ്റും ഞാൻ വെട്ടിയിട്ടു. അതോടെ ചെയ്തു വന്ന എൻ്റെ കൊലത്തൊഴിലിനോട് ഞാൻ വിട പറഞ്ഞു. വളരെ കുറച്ചു നേരം കൊണ്ട് ചുറ്റുവട്ടത്തുള്ള ഒരുവിധം തെങ്ങുകളിലും ഞാൻ കയറിയിറങ്ങി. തെങ്ങ് കയറ്റം ഒന്നൊതുങ്ങിയപ്പോൾ അതൊക്കെ പെറുക്കിക്കൂട്ടാൻ അയാൾ പറഞ്ഞു. തെങ്ങ് കയറ്റം മാത്രമല്ല, ഞാൻ മറ്റു പണികളും കൂടി ചെയ്യേണ്ടി വരും എന്നുകൂടി അയാൾ മുതൽ എനിക്ക് മനസ്സിലായി. വെയിൽ ചാഞ്ഞു. തൊഴിലാളികൾ ഒരിടത്ത് വരിവരിയായി നിൽക്കുന്നത് കണ്ട് കൂട്ടത്തിൽ രാമേട്ടനും ഉണ്ടായിരുന്നു. അധികം വൈകാതെ ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന നാണയങ്ങളെ നോക്കി അതിശയിച്ചു. അതിന് നാട്ടിലുള്ള അണയേക്കാൾ ഭംഗിയും തിളക്കവും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ 3 അണയ്ക്ക് തുല്യമാണ്. രാമേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ അതിശയിച്ചു പോയി. അര ദിവസത്തെ കൂലി നാട്ടിലെ 3 അണയോ? എങ്കിൽ നിസാര സമയം കൊണ്ട് എത്ര സമ്പാദിക്കാം? ഞാൻ അതിശയിച്ചു പോയി. രാമേട്ട, നമ്മളിന്നിനി രാമനുണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ പോകുമോ? ഞാൻ ചോദിച്ചു. ഇല്ല, തോട്ടത്തിൻ്റെ വടക്കുഭാഗത്തെവിടെയോ ഒരു ചായപ്പിലാണ് ഇനി നമ്മൾ താമസിക്കുക. ഇവിടെ നിന്ന് ഭക്ഷണവും കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ മൃഗാശുപത്രിയുടെ വടക്കേ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. കുതിരകളും കാളകളും മറ്റു മൃഗങ്ങളുമുള്ള വലിയൊരു തൊഴുത്തിനോട് ചേർന്നിരുന്ന ചാച്ചരക്കിൽ ഞങ്ങളുടെ ഇടം തരപ്പെടുത്തി. കിടക്കും മുൻപ് കിട്ടിയ കഞ്ഞിയും ചമ്മന്തിയും വിശപ്പിനൊരു മയം വന്നു.
കൂടെ കഴിയുമ്പോൾ അവരുടേതായ ഭാഷകളിൽ കുശലം പറഞ്ഞും സമയം ചിലവഴിക്കണ്ടേ? കൂലിയായി കിട്ടിയ പണം മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടി ഭദ്രമാക്കുമ്പോൾ പണം കിട്ടിയ നാട്ടിൽ എത്തിക്കേണ്ടതിനെക്കുറിച്ചും ഞാൻ രാമൻ ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യണേ. അപ്പം എല്ലാവർക്കും വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.